ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ സാമാന്യ വാരഫലമാണ് ഇവിടെ പറയാൻ പോകുന്നത്. ആദ്യമായി മേടക്കൂർ നക്ഷത്രങ്ങൾ: അശ്വതി, ഭരണി, കാർത്തികകാല്. ജോലി സംബന്ധമായി ദൂരയാത്രകൾ വേണ്ടി വന്നേക്കും. മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ നോക്കണം. ചിലവുകൾ വർദ്ധിക്കും. സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകേണ്ടതാണ്. ഇടവക്കൂറ്: കാർത്തിക മുക്കാല്, രോഹിണി, മകീരം, അര. പ്രതീക്ഷിച്ച പോലെ എല്ലാ കാര്യങ്ങളും നടക്കും. റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടവർ നേട്ടമുണ്ടാക്കും. മംഗളകർമ്മങ്ങളിൽ സംബന്ധിക്കും. വിവാഹാദി കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. മിഥുനക്കൂറ്: മകീര, അര, തിരുവാതിര, പുണർന്ന മുക്കാല്. വിദേശയാത്രകൾ തരപ്പെടും. സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷൻ ലഭിക്കും. കടബാധ്യതകൾ തീർന്നു കിട്ടും. സന്താനങ്ങൾക്ക് ജോലി ലഭിക്കും. കർക്കിടകക്കൂറ്: പുണർന്നങ്കാല്, പൂയം, ആയില്യം നക്ഷത്രങ്ങൾ. കൂടുതൽ തൊഴിൽ അവസരങ്ങൾ തേടി വരും. അതെല്ലാം പ്രയോജനപ്പെടുത്തി നേട്ടം കൊയ്യും. കോടതി വ്യവഹാരങ്ങൾ വിജയിക്കും. നഷ്ടപ്പെട്ട വസ്തുവകൾ തിരികെ ലഭിക്കും. ചിങ്ങക്കൂറ്: മകം, പൂരം, ഉത്രംകാൽ നക്ഷത്രങ്ങൾ. തുടങ്ങിവച്ച പ്രവൃത്തികൾ പൂർത്തീകരിക്കും. കർമ്മരംഗത്ത് പുതിയ നേട്ടങ്ങൾ കൈവരും. കിട്ടാക്കടങ്ങൾ തിരികെ കിട്ടും. പുതിയ സ്ഥാനമാനങ്ങൾ തേടിവരും. എന്നാൽ സന്താനങ്ങൾ മൂലം ചെറിയ ദുഃഖങ്ങൾ വന്നു ചേരാൻ ഇടയുണ്ട്. കന്നിക്കൂറ്: ഉത്രം, മുക്കാല്, അത്തം, ചിത്തിര നക്ഷത്രങ്ങൾ. തൊഴിൽ രംഗത്ത് മാന്ദ്യം അനുഭവപ്പെടും. അനാവശ്യമായി ധനം ചെലവഴിക്കേണ്ടി വന്നേക്കാം. ക്രയവിക്രയങ്ങൾ തടസ്സപ്പെടും. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ്. തുലാക്കൂറ്: ചിത്തിര, ചോതി, വിശാഖ മുക്കാൽ നക്ഷത്രങ്ങൾ. ലോട്ടറി, ചൂതാട്ടം ഇവ വഴി ധനനഷ്ടം വന്നു ചേരും. ചെറുകിട ബിസിനസ്സും തൊഴിലും ചെയ്യുന്നവർക്ക് നല്ല സമയമാണ്. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരം ലഭിക്കും. വൃശ്ചികക്കൂറ്: വിശാഖംകാല, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ. ബിസിനസ് രംഗത്തുള്ളവർ ശോഭിക്കും. പങ്കുവച്ചകടം വഴി നേട്ടമുണ്ടാക്കും. പുതിയ വസ്തു വാങ്ങുന്നതിനും വീട് വാങ്ങുന്നതിനും സാധിക്കും. ആരോഗ്യനില പൊതുവെ തൃപ്തികരമായിരിക്കും. ധനുക്കൂറ്: മൂലം, പൂരാടം, ഉത്രാടംകാൽ നക്ഷത്രങ്ങൾ. സാമ്പത്തിക നേട്ടം ഉണ്ടാക്കും. എല്ലാ രംഗത്തും പുരോഗതി ഉണ്ടാകും. റിയൽ എസ്റ്റേറ്റ്, ഊഹക്കച്ചവടം വഴി നേട്ടമുണ്ടാക്കും. വീട്ടിലെ മെയിൻ്റനൻസ് ജോലികൾ പൂർത്തിയാക്കും. മകരക്കൂറ്: ഉത്രാടം മുക്കാല്, തിരുവോണം, അവിട്ടം, അര നക്ഷത്രങ്ങൾ. തൊഴിൽ രംഗത്ത് തിരിച്ചടി നേരിടും. സഹോദരങ്ങളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ സൂക്ഷിക്കേണ്ടതാണ്. തൊഴിൽപരമായി ബന്ധപ്പെട്ട് ദൂരദേശത്ത് പോകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും. കടം വാങ്ങാനുള്ള പ്രവണത വർദ്ധിക്കും. അടുത്ത കുംഭക്കൂറ്: അവിട്ടമര, ചതയം, പൂരുരുട്ടാതി മുക്കാല്. ഈ നക്ഷത്രക്കാർക്ക് സർക്കാർ ജോലിക്കാരാണെങ്കിൽ അവർക്ക് ഇഷ്ട സ്ഥലത്തേക്ക് സ്ഥലമാറ്റം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ക്രയവിക്രയങ്ങൾ വിജയകരമായി പൂർത്തീകരിക്കും. അതുവഴി സാമ്പത്തിക നേട്ടം ഉണ്ടാക്കും. മത്സര പരീക്ഷകൾ വിജയിക്കും. പിതൃസ്വത്ത് ലഭിക്കും. മാതാവുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ഇവർ സൂക്ഷിക്കേണ്ടതാണ്. മീനക്കൂറ്: പൂരുട്ടാതി കാല, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങൾ. കാര്യങ്ങൾ കഷ്ടിച്ച് നടന്നു പോകും. കാര്യസാധ്യത്തിന് വേണ്ടി വളരെയധികം കഷ്ടപ്പെടേണ്ടി വരും. അനാവശ്യ ചിലവുകൾ വന്നുവിടും. കോടതി വ്യവഹാരങ്ങളിൽ ഉൾപ്പെടാതെ സൂക്ഷിക്കുക. ആരോഗ്യനില സാമാന്യം തൃപ്തികരം. സന്താനങ്ങൾക്ക് ചെറിയ തോതിലുള്ള അസുഖങ്ങളൊക്കെ വന്നു ചേരാനും സാധ്യതയുണ്ട്. അപ്പൊ ഇതൊരു സാമാന്യ ഫലം മാത്രമാണ്. ഓരോരുത്തരുടെയും ദശാകാലം അനുസരിച്ചും ജനനസമയം അനുസരിച്ചൊക്കെ ഇതിലേക്ക് മാറ്റം വന്നേക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്തേ.